ഏത് നിമിഷവും ഇറാന് നേരെ ഇസ്രായേലിൽ നിന്ന് ഒരു ആക്രമണമുണ്ടാകുമെന്ന് ലോകം മുഴുവനുമുള്ള എല്ലാ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലോ അമേരിക്കയോ ഇറാനിൽ ഉടനെ തന്നെ ഒരു ആക്രമണം നടത്തുമെന്ന കാര്യം ആരേക്കാൾ കൂടുതൽ ഇറാന് തന്നെ നന്നായിട്ട് അറിയാം. എന്നിട്ടും ഇറാന്റെ സൈനിക തലവന്മാർ ഭൂഗർഭ ബങ്കറുകളിൽ അഭയം പ്രാപിക്കാതെ സാധാരണ വീടുകളിൽ തന്നെ താമസിച്ചതാണ് ഇപ്പോൾ ഇറാന് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ഇസ്രായേലിനെ നോക്കുകയാണ് എങ്കിൽ ഇസ്രായേലിലെ ഉന്നതരായ എല്ലാ വ്യക്തികളും ഭൂഗർഭ ബങ്കറുകളിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. അതിന്റെ ഗുണം ഇസ്രായേലിന് ലഭിക്കുന്നുമുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ സൈനിക മേധാവിയായ മേജർ ജനറൽ മുഹമ്മദ് ബഗേരിക്ക് പകരമായി ഇറാൻ പുതിയ സൈനിക മേധാവിയെ നിയമിച്ചിരിക്കുകയാണ്. ബ്രിഗേഡിയർ ജനറൽ അബ്ദുറഹ്മാൻ മൂസവിയെയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി ഇറാന്റെ പുതിയ സൈനിക മേധാവിയായി നിയമിച്ചിരിക്കുന്നത്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകുവാൻ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി പുതിയ സൈനിക മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ബ്രിഗേഡിയർ ജനറൽ ഹുസൈൻ സലാമിക്ക് പകരക്കാരനായി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് പക്പൂറിനെയാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പുതിയ കമാൻഡറായി നിയമിച്ചിരിക്കുന്നത്. ഇറാനുള്ളിൽ തന്നെ തങ്ങൾക്ക് രഹസ്യമായ ഒരു ഡ്രോൺ കേന്ദ്രമുണ്ട് എന്നാണ് മൊസാദ് ഇപ്പോൾ പറയുന്നത്. ഈ ഡ്രോൺ കേന്ദ്രത്തിൽ നിന്നാണ് ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇന്ന് പുലർച്ചെ ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഉന്നതരായ 2 ന്യൂക്ലിയർ സയന്റിസ്റ്റുകളടക്കം 6 ന്യൂക്ലിയർ സയന്റിസ്റ്റുകളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളായ ഇസ്ഫഹാൻ, ഫ്ലോർദോ, ബുഷർ തുടങ്ങിയ ആണവ നിലയങ്ങളിൽ ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായ നദാൻസ് ആണവ നിലയത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ നിഗമന പ്രകാരം ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായ ഇറാനിലെ നദാൻസ് ആണവ നിലയത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നുമില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇവിടെ നിന്ന് ആണവ ചോർച്ചയില്ല എന്നാണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പറയുന്നത്. ഇറാന്റെ ഉന്നതരായ പല വ്യക്തികളെയും വധിക്കുവാൻ ഇസ്രായേലിന് സാധിച്ചുവെങ്കിലും ഇറാന്റെ ഒരു ആണവ നിലയം പോലും തകർക്കുവാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം ഒരുപോലെ സൂചന നൽകുന്നത്. ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിനു ശേഷം 100 കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയിരുന്നു. പക്ഷേ ഈ ഡ്രോണുകളെല്ലാം ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും അതുപോലെ ജോർദാനും തകർത്തു എന്നാണ് ഇസ്രായേൽ തന്നെ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തെ വെച്ചു നോക്കുകയാണ് എങ്കിൽ ഇന്ന് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണം ഒരു മറുപടിയായി കണക്കാക്കുവാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം ഭീകരമായ ഒരു ആക്രമണമാണ് ഇസ്രായേൽ ഇന്ന് പുലർച്ചെ ഇറാനിലേക്ക് നടത്തിയത്. ഇതിനുള്ള തിരിച്ചടി ഏത് സമയവും ഇറാനിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇന്ന് പുലർച്ചെ ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ തബരിസിൽ ഇസ്രായേൽ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇറാനിൽ നിരവധി ജനങ്ങളാണ് തെരുവിലിറങ്ങിയത്. ഇസ്രായേലിൽ ജനങ്ങളെല്ലാം ഭക്ഷണവും വെള്ളവും ശേഖരിച്ച് ഭൂഗർഭ ബങ്കറുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ സൗദി അറേബ്യ അതിശക്തമായി അപലപിച്ചിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായ ഉടനെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായി ടെലിഫോണിൽ സംസാരിക്കുകയും ചെയ്തു. സൗദി അറേബ്യക്ക് പുറമെ മറ്റ് GCC രാഷ്ട്രങ്ങളും ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് അതിശക്തമായ തിരിച്ചടി ഉടനെ തന്നെ നൽകുമെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രിയായ അസീസ് നാസിർസാദെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇറാനിലെ ജാംകരൺ മോസ്കിൽ ചുവന്ന പതാക ഉയർന്നിട്ടുണ്ട്. യുദ്ധപ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് ജാംകരൺ മോസ്കിൽ ഇറാൻ ഇപ്പോൾ ചുവന്ന പതാക ഉയർത്തിയിരിക്കുന്നത്. ഇറാനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇറാന് ആണവ കരാറിൽ ഒപ്പിടുന്നതാണ് നല്ലത്. ഇനിയും ഇറാൻ ആണവ കരാറിൽ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ ഇതിലും ഭീകരമായ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഇനിയും സംഭവിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന് വേണമെങ്കിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആണവായുധം നിർമ്മിക്കാൻ സാധിക്കുമെന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി തന്നെ വെളിപ്പെടുത്തിയതാണ്. ഒരുപക്ഷെ ഇറാൻ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ വേണമെങ്കിൽ ആണവ പരീക്ഷണം നടത്തുവാനും സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.